ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടാ. നിങ്ങൾ വിചാരിക്കും യാമിയുടെ അമ്മമ്മ എന്താ ഒരു ഓല എടുത്തിട്ട് ഇങ്ങനെ വരുന്നതെന്ന്. യാമിയുടെ അമ്മ ഓലയൊക്കെ മുറിക്കണ്ടല്ലോ, എന്തിനാ അപ്പൊ ഇതെന്നല്ല വിചാരിക്കണ്. എനിക്കൊരു ഓലപ്പന്ത് ഉണ്ടാക്കാനാ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അത് കാണിച്ചു തരാന്ന്. അമ്മ ഓലയൊക്കെ കീറിയിട്ട് പന്ത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. 2 ഓല വേണം. 2 ഓല കീറിയ 4 ഭാഗാവൂത്രേ. അത് കെട്ടിയിട്ട് വേണം പന്ത് ഉണ്ടാക്കാൻ. എന്നുവെച്ചാൽ 4 ഓലയുടെ 2 ഓലയുടെ നമ്മളുടെ ലീവ്സ്, ഇതുപോലത്തെ ലീവ്സ് കട്ട് ചെയ്തിട്ട് ഇവിടെ കെട്ടിടുക. ഇതുപോലൊരു കെട്ടിടുക. ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടാ. ഒരു തവണ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. 2-3 പ്രാവശ്യം നോക്കിയാലേ എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുള്ളൂ. അമ്മ ഇവിടെ ഇരുന്നിട്ട് പന്ത് ഉണ്ടാക്കട്ടെ. ഞാനും യശ്വിതും കൂടിയിട്ട് പറമ്പിലൊക്കെ ഓടി കളിക്കാൻ തുടങ്ങി. ഈ പറമ്പിൽ ഓടി കളിക്കാൻ എനിക്ക് നല്ല ഇഷ്ടാ. ചെറുതാവുമ്പോ തൊട്ട് വൈകുന്നേരത്തൊക്കെ ഞാൻ ഇവിടെ വന്ന് ഓടിക്കളിക്കും. അമ്മ അത് നോക്കി നിൽക്കും. ഞങ്ങളിങ്ങനെ ഓടിക്കളിക്കുമ്പോ നാളത്തേക്കുള്ള വിറക് വെട്ടിവെക്കണം അമ്മമ്മ. ഇങ്ങനെ ഓടിക്കളിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടാ. ഞാൻ ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു മുയൽച്ചെവിയനെ കിട്ടി. അത് ഊതി പറപ്പിക്കാൻ നല്ല രസാ. നിങ്ങൾ ഊതി കളിച്ചിട്ടില്ലേ? ഞാൻ ഊതി കളിക്കണ കണ്ടപ്പോ യശ്വിക്കും അത് വേണം. അപ്പൊ അമ്മ അവനൊരു മുയൽച്ചെവിയനെ പറിച്ചു കൊടുത്തു. അപ്പതായിരിക്കുന്ന ഒരു പുൽച്ചാടി. പുൽച്ചാടിയോട് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കുറെ നേരം അവിടെ ഓടിക്കളിച്ചു. ഓടിക്കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ പന്തുണ്ടാക്കി കഴിയാറായിട്ടുണ്ടായിരുന്നുട്ടാ. ഒരോലെടുത്ത് അങ്ങട് വെച്ച്, ഒരോലെടുത്ത് ഇങ്ങട് വെച്ച്, അങ്ങനെയൊക്കെ എന്തോ ചെയ്യുന്നുട്ടാ അമ്മ. എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അങ്ങട് വെച്ച് ഇങ്ങട് വെച്ച് ഉളുക്കോടെടുത്ത് കട്ട് ചെയ്ത് പന്തൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അമ്മ. അമ്മ എപ്പോഴും കുഞ്ഞിതാവുമ്പോ കൊറേ ഓലപ്പന്തോണ്ട് കളിച്ചിട്ടുണ്ട് ഇത്രേ. താട്ടനത്ര അമ്മയ്ക്ക് ഓലപ്പന്ത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ഓലപ്പന്ത് കൈ കിട്ടിയപ്പോ കൊറേ നേരം ഞങ്ങൾ കളിച്ചു. ഞങ്ങൾക്ക് ഓലപ്പന്ത് കൊണ്ട് കളിക്കാൻ നല്ല ഇഷ്ടാ. നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.